വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മളിതാ അടിപൊളിയായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? ആരോഗ്യം സമ്പത്ത് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് ഇതാ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം അല്ലെ പ്രവർത്തനം എന്താണെന്നുള്ളത്. അപ്പൊ ഇതേ നോക്കി, ചിത്രം നോക്കൂ. ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം അല്ലെ. ഇതാണ് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഇതാ കുറേ ജീവികൾ എന്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഏതൊക്കെ ജീവികൾ ഉണ്ട് നോക്കിയേ. ദേ എലിയുണ്ട്, ഈച്ചയുണ്ട്, കൊതുക്, വവ്വാൽ അല്ലെ. ഇവരെ 4 പേരെയും നമുക്ക് പരിചയമുണ്ട്. പല പല രീതിയിൽ ഇവരെ നമ്മൾ കേട്ടും കണ്ടും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. കൊതുകിന്റെ കടിയൊക്കെ നമുക്ക് ഏൽക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവരൊക്കെ പരത്തുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ ഏതാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ ഇതാ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ബോക്സിൽ 4 രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. മന്ത്, എലിപ്പനി, നിപ്പ, കോളറ. അപ്പൊ ഈ 4 രോഗങ്ങളില് ഈ 4 ജീവികൾ പരത്തുന്ന രോഗങ്ങളുണ്ട് അല്ലെ. അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പേര് എഴുതി ചേർക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, ആദ്യം തന്നെ മന്ത് ഉണ്ട് അല്ലെ. മന്ത് എന്ന് പറയുന്ന ഒരു അസുഖം നമുക്കറിയാം, അത് പരത്തുന്നത് ഈ കൂട്ടത്തിൽ ആരാണ്? അത് കൊതുകാണ് പരത്തുന്നത്. അപ്പൊ ഇതാ കൊതുക്, ഇതാ 3ാമത്തെ പിക്ചറാണ് അല്ലെ. ഇതാണ് നമ്മുടെ കൊതുക്. അപ്പൊ ഈ കൊതുകിന്റെ താഴെയായിട്ട് ഞാൻ എഴുതാൻ പോവാണ്. ഏതാണ് രോഗം? മന്താണ് അല്ലെ. മന്ത്. ഓക്കെ. അടുത്തത് നോക്കി, എന്താണ്? എലിപ്പനിയാണ് അല്ലെ. എലിപ്പനി എന്ന് പറയുന്ന സമയത്ത് ആ പേര് തന്നെ ഉണ്ട്, എലികളിലൂടെയാണ് ഇത് പകരുന്നത് അല്ലെ. അപ്പൊ എലിപ്പനി എന്ന് പറയുന്ന സമയത്ത് ദാ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ എലിയെ കാണുന്നുണ്ട്. അവിടെ മിസ് എഴുതി എലിപ്പനി. ഓക്കെ, റെഡി? ആൻഡ് അടുത്തത് നോക്കിയോളൂ. അടുത്തത് നോക്കാം നമുക്ക്. അതിന് മുമ്പേ ഇതൊന്ന് നമുക്ക് ഒന്നുകൂടെ ശരിയാക്കി എഴുതാം. എലിപ്പനി അല്ലെ. എലിപ്പനി. ഓക്കെ, ഫൈൻ. അടുത്തത് നിപ്പ. നിപ്പ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു എന്താണ് സമീപകാലത്തൊക്കെ പേപ്പറുകളിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ വാർത്തയൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, നമ്മൾ കേട്ട് പരിചയമുള്ള, നമ്മൾ ഒരുപാട് പേടിച്ചിട്ടുള്ള അല്ലെ. നമ്മുടെ ലോക്ക്ഡൌണിലൊക്കെ ആയിട്ടുള്ള ഒരു കേസായിരുന്നു. കൊറോണയുടെ ഒക്കെ മുന്നേ തന്നെ നമ്മൾ ഭീതിയിൽ ആഴ്ത്തിയിട്ടുള്ള അല്ലെ, ഒരുപാട് മരണങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു അസുഖമാണ് നിപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഈ നിപ്പ എന്ന് പറയുന്നത് ഇതിനകത്ത് ആരെയാണ് നമ്മൾ? വവ്വാലുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് അല്ലെ. കാരണം അങ്ങനെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വവ്വാല് കടിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കരുത് എന്നൊക്കെയുള്ള ഒരു അറിവിലേക്ക് നമ്മൾ എത്തിയത് നിപ്പയിലൂടെയാണ്. അപ്പൊ നിപ്പ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ താഴെ നമ്മൾ എഴുതി ചേർത്തു. ഇനി ഒരേ ഒരാളെ ബാക്കിയുള്ളൂ, കോളറയാണ്. അപ്പൊ കോളറ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമുക്ക് ഈച്ച അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈച്ചയുടെ അവിടെ നമുക്ക് എന്ത് എഴുതാം? കോളറ എന്ന് എഴുതാം അല്ലെ. കോളറ. ഓക്കെ, കാരണം കോളറ ഈ വയറിളക്കം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ഈ പറയുന്ന ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെയൊക്കെയാണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൃത്യമായിട്ട് ബോക്സുകളിലാക്കി തിരിക്കാൻ പറ്റും. ഇതേ ചാപ്റ്ററിലുള്ള മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെട്ടാലോ? പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ്. പരിസര മലിനീകരണം, പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കൽ എന്നിവയ്ക്കെതിരെ സമൂഹത്തെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അവിടെ ഉചിതമായിട്ടുള്ള തലക്കെട്ടും നമ്മൾ കൊടുക്കണം. ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കി നോക്കില്ലേ? മിസ് ഇതാ ഒരു എക്സാമ്പിൾ മക്കൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതാ നോക്കിയേ, ഇതിന് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്? യെസ്, ആരോഗ്യം സമ്പത്ത് അല്ലെ. ആരോഗ്യം സമ്പത്ത്. ശുചിത്വം പാലിക്കൂ, രോഗങ്ങളെ അകറ്റൂ. മിസ് ഒരു പോസ്റ്റർ തയ്യാറാക്കിയത്. അപ്പൊ മക്കള് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യാ? നല്ല കളർഫുൾ ആയിട്ട് ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ നിറമൊക്കെ നൽകി ഇതേപോലെ ഒരു വാക്യം എഴുതുക. അതുപോലെ ഒരു തലക്കെട്ടും നൽകാൻ നിങ്ങൾ മറക്കരുത്. അപ്പൊ ആരോഗ്യവും പരിസര ശുചീകരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാടാ. വീണ്ടും കാണുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.